സംസ്ഥാനത്തെ 2 പഞ്ചായത്തുകളിൽ SDPI പിന്തുണയോടെ വിജയിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടി നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കകം രാജിവെച്ചു. എന്നാൽ തൃശൂരിലെ ചൊവ്വന്നൂരിൽ സഖ്യം തുടരുകയാണ്. വിജയിച്ച പ്രസിഡന്റ് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ SDPI പിന്തുണ ലഭിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ UDF അധ്യക്ഷസ്ഥാനം രാജിവെച്ചു. 14 സീറ്റുള്ള പഞ്ചായത്തിൽ UDFനും BJPക്കും 5 വീതം സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെയാണ് 3 സീറ്റ് നേടിയ SDPI UDFനെ പിന്തുണച്ചത്. പിന്നാലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KV ശ്രീദേവി സ്ഥാനം രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFനെ SDPI പിന്തുണച്ചില്ല. കഴിഞ്ഞ തവണ SDPI പിന്തുണയോടെ LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കോട്ടാങ്ങൽ. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയിലാണ് UDF പ്രസിഡന്റ് സ്ഥാനത്ത് വിജയിച്ചത്. പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം വന്നതോടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട S ഗീത രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും SDPI UDFനെ പിന്തുണച്ചു. ഈ സ്ഥാനവും രാജിവെക്കും. തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിലെത്തിയത് SDPI പിന്തുണയിലാണ്. UDFന് 5ഉം LDFന് 6ഉം സീറ്റുകളുള്ള പഞ്ചായത്തിൽ SDPIയുടെ 2 അംഗങ്ങളും UDFന് വോട്ട് ചെയ്തു. UDFന്റെ AM നിതീഷാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. സ്ഥാനം രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ വിശദീകരണം. രാജിവെച്ച സ്ഥലങ്ങളിൽ അടുത്ത മാസം വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.